നോക്കൂ, ദൃശ്യം 4 ഉണ്ടാവുമെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് ഒരു ഗംഭീര സിനിമയാവും എന്നുള്ള രീതിയിലുള്ള ഹിൻഡ് തന്നിട്ടാണ് ദൃശ്യം 3 തിയേറ്ററിൽ എത്തിയിട്ടുള്ളതെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അങ്ങനെ ദൃശ്യം 3 കണ്ടിട്ട് വരികയാണ് കേട്ടോ. ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു സീരിയൽ മൂഡ് അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചിത്രം എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ചിത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തുടക്കമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പുറത്ത് പറയുന്ന പോലെ തന്നെ ഈ സീരിയൽ ടൈപ്പ് സാധനമാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. ഒരു കുടുംബമാകുമ്പോൾ, ഒരു കുടുംബത്തിൻ്റെ കഥയാകുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംവിധായകൻ ജീത്തു ജോസഫ് ഈ ചിത്രം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സംവിധാനത്തിലുപരി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല. നമ്മൾ പുറമേ എന്തെല്ലാം പറയും, നമ്മളുടെ സിനിമാ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ദൃശ്യം 3 അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഇങ്ങനത്തെ ടിസ്റ്റുകൾ ഉണ്ടാവും, അതുണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് ജീത്തു ജോസഫ് എന്ന് പറയുന്ന ആ ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു വൈബ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്നുള്ളത് നമ്മൾ ദൃശ്യം 3 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സംശയമില്ലാതെ മനസ്സിലാവും. എങ്ങനെയാണ് ഇങ്ങേർക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഇത്തരം കഥകളൊക്കെ വരുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു മാജിക്കാണ് സത്യത്തിൽ. അത് ദൃശ്യം 3 കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ ജീത്തു ജോസഫിന് ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് അഖിൽ കമൻറ്റ് എഴുതിയിട്ടുള്ളത്. അതെ, സത്യമാണ് കേട്ടോ. അതിലൊരു ഒരു തർക്കവുമില്ല. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ടെസ്റ്റുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ ഇങ്ങനെ ചിന്ത വരും. പിന്നെ നമ്മൾ കുറേ ഈ സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലൊക്കെ പറഞ്ഞ പോലെയുള്ള പല ക്യാരക്ടറുകളും, നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ക്യാരക്ടറുകളും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. അത് തീവ്രമായ ഡെപ്തോടു കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സംവിധായകൻ്റെ ഒരു വിജയം തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു പിറന്നാൾ ദിനമായിട്ടുള്ള ഇന്ന് കണ്ടിന്യൂയായിട്ട് ദൃശ്യം 1, 2 വിജയത്തിന് ശേഷം ദൃശ്യം 3 എത്തുക, അതൊക്കെ ആരാധകർക്കും അതുപോലെ തന്നെ ലാലേട്ടനൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമുക്ക് മറ്റൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെയ്യാം. സ്പോയിലർ ആവും എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ദൃശ്യം 3യെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ.